അസ്സലാമു അലൈക്കും. അമ്മോൻ കുറേ നേരം സംസാരിച്ച ശേഷം ഫോൺ വെച്ച് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാനേ കുട്ടിയുടെ ഉപ്പാക്കാണ് വിളിച്ചത്. ഓരിക്ക് ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ലൊരു ദിവസം നോക്കി പെട്ടെന്ന് തന്നെ നിൽക്കാൻ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ ഷാഫി നെടുവീർപ്പിട്ട് പറഞ്ഞു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഓർക്ക് നടത്തണമെന്ന് പറയാനൊരു ഒരു അവകാശവും ഇല്ല. പയ്യൻ്റെ വീട്ടുകാരാണ് ഈ മിഠായി കൊടുക്കലിൻ്റെ പിന്നിൽ എല്ലായിടത്തും ഉണ്ടാവുക. അയൽവാസികളോ കുടുംബക്കാരോ ചെയ്യുന്നത് കണ്ട് നമ്മുടെ വീട്ടിലും വേണമെന്ന് വാശി പിടിക്കുന്നവർ ആരെങ്കിലും പയ്യൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ നടത്തി കൊടുക്കേണ്ടി വരും. നിക്കാഹിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ നൽകുന്ന മഹറിനെ കുറിച്ച് മാത്രമാണ്. അത് കുട്ടിയോട് സംസാരിച്ച് സമ്മതമാണെങ്കിൽ മാത്രം നിക്കാഹ് നടത്താം. എന്നെക്കൊണ്ട് നൽകാൻ കഴിയുന്ന മഹർ ഞാൻ പറയാം. അതവരെ അറിയിച്ച് വിവരം പറയണം കേട്ടോ. ഇടയ്ക്ക് ഷാഫിയോട് ഉപ്പ എന്ന് ചോദിച്ചു, അപ്പോൾ പണ്ട് എത്ര പ്രതീക്ഷിക്കണേ? പണ്ടോ? ഇന്നത്തെ കാലത്തോ? ഉപ്പ അതൊന്നും ഇല്ലപ്പാ. ഞാൻ അവരുടേതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുട്ടിയെ എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ നോക്കും, സംരക്ഷിക്കും എന്ന് മാത്രമേ പറയുള്ളൂ. ഉപ്പാക്ക് നിർബന്ധമുണ്ടോ അവരുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങി ഇവിടെയെല്ലാം അലമാരിയിലൊക്കെ വെച്ച് പൂട്ടാൻ? എനിക്കെന്ന് നിർബന്ധം? അവരെന്തെങ്കിലും തരണമെങ്കിൽ ഇപ്പോഴേ പറയണം. ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ കരുതി കാണും. ചോദിക്കാതെ തരുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചില്ലെന്ന പേരിൽ അവരെങ്ങനെ തരാതിരുന്നാൽ പിന്നീട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മാത്രമല്ല, വല്ലതും കിട്ടിയാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമാണ് അത് ഭാവിയിൽ ഉപകരിക്കുക. അതുകൊണ്ട് ഒരു പിതാവായ ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. നിനക്ക് അതൊന്നും വേണ്ട എന്ന് എൻ്റെ നീയത്താണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല. നല്ലതല്ലാത്ത ഒന്നും എൻ്റെ മോൻ ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെപ്പാ, ഞാൻ അതാ പറഞ്ഞത്. നമുക്ക് ഒരാളോ മുതലോ ഒന്നും വേണ്ട, നമ്മൾ ആഗ്രഹിക്കും വേണ്ട. നമുക്ക് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ സംരക്ഷിക്കുക. അതാണ് എൻ്റെ ഒരു നീയത്ത്. അടുത്തിരുന്ന് ഇതെല്ലാം കേൾക്കുന്ന ഉമ്മാക്ക് അവർ പറഞ്ഞതിനോട് എതിർപ്പുള്ളതുപോലെ പറഞ്ഞു, ഷാഫി, ഇപ്പോൾ ഓരോരുത്തർന്ന് ഒന്നും വേണ്ടാന്ന് പറയും. അതൊക്കെ ഇപ്പം തോന്നും, പിന്നെ വലിയ ആവശ്യം വരുമ്പോൾ എനിക്കത് മനസ്സിലാവും. എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് സ്വന്തമായി ഒന്നും എടുക്കല്ലാതെ വന്നാൽ അപ്പോൾ ആലോചിക്കും, എൻ്റെ ഭാര്യയ്ക്ക് വലുതുണ്ടായിരുന്നെങ്കിൽ ആരുടെയും കാത്തു നിൽക്കാതെ അത് എടുക്കാമായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് ചോദിക്കാതെ ഇരിക്കൊന്നും വേണ്ട. നിനക്ക് അർഹതപ്പെട്ടതല്ലേ. അതൊന്നും വേണ്ട ഉമ്മ. നമുക്ക് അന്തസ്സായി ജീവിക്കാനുള്ളത് പഠിച്ചോൻ തന്നിട്ടുണ്ട്. അതിലെനിക്ക് ബർക്കത്തുണ്ടായാൽ മതി. കാക്ക, നിങ്ങളെ പിന്നെ അവരോട് നമുക്ക് പറ്റിയ ദിവസവും മഹറായി ഞാൻ നൽകുന്ന ഗോൾഡ് അറിയിച്ച് സമ്മതമാണോ എന്ന് കുട്ടിക്കെന്ന് ചോദിച്ച് നോക്കി ഇവരെ അറിയിക്കട്ടോ. മോനെ ഷാഫി, ഞാൻ നാളെ തന്നെ ഓരോ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങോട്ട് വരാം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് അമ്മോൻ പുറത്തേക്ക് ഇറങ്ങി. അന്ന് രാത്രിയാണ് ഷാഫിയുടെ മൊബൈലിലേക്ക് അന്ന് വിളിച്ച അതേ നമ്പറിൽ നിന്നും അവൾ വീണ്ടും വിളിക്കുന്നത്. ഷാഫിക്ക് അവളുടെ നമ്പർ മനസ്സിലായതോടെ ഫോൺ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, എടുക്കാതിരുന്നാൽ ആദ്യമേ ഞങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുമെന്ന് നേർത്ത് ആ ഫോൺ അവൻ എടുത്തു. നിക്കാഹ് കഴിഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാമെന്നല്ല ചിന്തിച്ച് അവൻ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു. എന്താണിക്ക ഫോൺ എടുക്കാത്ര താമസം? ഞാൻ അപ്പുറത്തായിരുന്നു. അവളൊന്ന് മൂളിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ എവിടെയാ? ഞാൻ എൻ്റെ വീട്ടിലാണ്. എന്തേ വിളിച്ചത്? അപ്പോൾ ഞാൻ വിളിക്കുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെടൂലേ? അതാ അങ്ങനെ ചോദിച്ചത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. നീ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിക്കാഹ് കഴിയാൻ അധിക ദിവസമൊന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് നീ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, പേടിക്കണ്ട കേട്ടോ. ഷാഫി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ പോലെ അവൾ പറഞ്ഞു. അതല്ല, ഈ മിഠായി കൊടുക്കലൊക്കെ വേണ്ടെന്ന് വെച്ചത് എന്താ? അതെന്താ, എനിക്ക് മിഠായി ഒന്നും തരണ്ടേ? അല്ല, നിനക്ക് ഏത് മിഠായിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന ശേഷം ഞാൻ വാങ്ങിത്തരാം. പിന്നെ ആ പരിപാടി ഒഴിവാക്കിയത് ഞാൻ തന്നെയാണ്. നിക്കാഹിൻ്റെ ദിവസം അങ്ങനൊരു പരിപാടി ദൂർത്താണെന്ന് എൻ്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം. അതൊക്കെ ആളുകൾ വെറുതെ പൈസ ചിലവാക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ ചടങ്ങുകളല്ലേ. ഇവിടെ എൻ്റെ കുടുംബത്തിലൊക്കെ വലിയ പരിപാടിയാണ് മിഠായി കൊടുക്കലൊക്കെ. എൻ്റേതില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ എന്തോ പറ്റാത്തതുപോലെ. എല്ലാവരും അതൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു.
മറുതലക്കിൽ നിന്നും അവൾ മറുപടി പറഞ്ഞു. ഷാഫി കൂടുതലൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. ആ, എൻ്റെ അമ്മ നിൻ്റെ ഉപ്പയോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അവരെ എതിർപ്പൊന്നും പറഞ്ഞിരുന്നില്ല. ആ, ഉപ്പാക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മായിമാരും വെളിയമ്മമാരും അവരുടെ മക്കളൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ. എല്ലാവരും എന്നോട് പറയാം, അതെന്താ നിനക്ക് മാത്രം മിഠായി കൊടുക്കലില്ലാത്തേ? അതൊക്കെ ഒരു രസമല്ലേ, നമുക്കത് എൻജോയ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് കളിയാക്കാണ്. കുടുംബത്തിൻ്റെയും കുടുംബക്കാരുടെയും ഇഷ്ടം അനിഷ്ടമൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ടോ? ആ ചടങ്ങ് ഇല്ലാത്തത് കൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂടുതലൊന്നും പറയാതെ അവൾ ഷാഫി നൽകിയ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയുമെന്നതെ അവൾ വലിയ രസമില്ലാതെ പറഞ്ഞു. ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇക്ക. ഇവിടെ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അവളുടെ മറുപടികൾ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഷാഫി പറഞ്ഞു. മറ്റുള്ളവർ എന്തൊക്കെ പറയുന്നോ ചെയ്യുന്നോ എന്നത് നോക്കി ഞാനൊന്നും ജീവിതത്തിൽ ചെയ്യാറില്ല. നമുക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ഞാൻ ചെയ്യുള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അവരും എന്നെ അനുകൂലിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകാറുള്ളൂ. അല്ലെങ്കിൽ ഒരു വട്ടം കൂടി ആലോചിക്കും. ഏത് കാര്യത്തിലും ഞാൻ അങ്ങനെയാണ്. നമ്മൾ ജീവിതം തുടങ്ങാൻ പോകുന്നത് മുമ്പ് നീ അത് മനസ്സിലാക്കാൻ കൂടെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാനേ സിമ്പിൾ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ചുറ്റും എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നതെന്ന് ഞാൻ നോക്കാറേയില്ല. അതെനിക്ക് ഇഷ്ടമില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ പാലിക്കേണ്ട അതവുകളും പരിഗണനയിലും മാറ്റം വരുത്താറുമില്ല. അവൾ ഇടക്ക് കയറി ചോദിച്ചു. ആ പഴഞ്ചൻ കാഴ്ചപ്പാടാണോ? ആണിൻ്റെ മനസ്സ് വായിക്കാനറിയാത്ത ഒരു പെണ്ണിൽ നിന്നും അത്തരം ചോദ്യം വരുമ്പോൾ പക്വതയോടെ മറുപടി കൊടുക്കണമെന്ന് നന്നായി അറിയാവുന്ന ഷാഫി മറുപടിയായി പറഞ്ഞു. ആ, അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാം? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. കല്യാണത്തിൻ്റെ അന്ന് രാത്രി നാട്ടുകാരും അയൽവാസികളും കുടുംബക്കാരും എല്ലാം വരുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെയൊക്കെ നടത്തി വരുന്ന ചടങ്ങാണ് ഇപ്പോൾ റീൽസിലും മറ്റു വൈറലായ ഒരു ആളുകളെ കൊണ്ടുവന്ന് ഗാനമേള നടത്തുക. ആ പരിപാടിയിൽ കല്യാണ വീട്ടിലെ സ്ത്രീകൾ അടക്കമുള്ളവർ ഡാൻസ് ചെയ്ത് പന്തൽ കളറാക്കുന്നത് പല ഒഴിച്ചുകൂടാനാവാത്ത പരിപാടികൾക്ക് പോകുമ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനിതിനെ എതിർക്കുന്ന ഒരാളാണ് കേട്ടോ. രാത്രി നൽകുന്ന ഭക്ഷണത്തിനോ ആളുകൾ വരുന്നതിനോ എല്ലാവരും കൂടി സംസാരിക്കുന്നതിനോ കുട്ടികൾ മൈലാഞ്ചിയിട്ട് നടക്കുന്നതിനോ ഒന്നും ഞാൻ എതിരില്ല. പക്ഷേ ആണും പെണ്ണും ചേർന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ഞാൻ എതിരാണ്. അതെൻ്റെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അതെനിക്ക് ഇഷ്ടവുമല്ല. അതൊക്കെ വെച്ച് അളന്ന് എന്നെ ആരെങ്കിലും പഴഞ്ചൻ എന്ന് വിളിച്ചാൽ എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്നെ വേണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ നമ്മുടെ നിൽക്കാൻ്റെ സദസ്സ് ഒരുങ്ങുന്നതിന് മുമ്പ് വരെ സമയമുണ്ട് എന്ന് പറഞ്ഞ് നിസ്സാരമായി ഷാഫി ചിരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും എന്ന് പറഞ്ഞ് അവളും ചിരിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, ആ, അവസാനം പിന്നെ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഞാൻ എങ്ങനെ ആയിരുന്നെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. എല്ലാം ഇപ്പോൾ തന്നെ നല്ല ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഷാഫിയുടെ ആ മറുപടിക്ക് അവൾ ഒന്നും പറഞ്ഞില്ല. കൂടുതലൊന്നും പിന്നെ സംസാരിക്കാൻ നിൽക്കാതെ ഷാഫി, ആ, എൻ്റെ അമ്മോനെ അങ്ങോട്ട് വരും കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. ഷാഫി മനസ്സിൽ ആലോചിച്ചു, ഇവളുമായിട്ടുള്ള ജീവിതം അല്പം പ്രയാസം നിറഞ്ഞതായിരിക്കും. പക്ഷേ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ അടുക്കുമ്പോൾ ഓൾ മാറിക്കോളും, അല്ലാതെ എന്ത് നടക്കാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഷാഫി വീടിൻ്റെ പുറത്തേക്കിറങ്ങി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.